വിനോദസഞ്ചാരികളോട് ഇംഗ്ലീഷിൽ സംസാരിക്കുന്ന ഒരു നാട്ടിൻ പുറത്തുകാരിയുടെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വൈറലായിരുന്നു. നമ്മൾ തന്നെ തത്സമയ റിപ്പോർട്ടറിലൂടെ ആ കാഴ്ച പങ്കുവെക്കുകയും അതിന്റെ വിശേഷങ്ങൾ പറയുകയും ചെയ്തിരുന്നു. ഭാരമേറിയ വിറകു ചുമടുമായി ചുറുചുറുക്കോടെ കോൺഫിഡന്റ് ആയി ഇംഗ്ലീഷ് സംസാരിക്കുന്ന ആ കക്ഷിയെ നമ്മൾ എന്തായാലും തിരഞ്ഞ് കണ്ടുപിടിച്ചിട്ടുണ്ട്. നേര്യമംഗലം സ്വദേശിനിയായ സീനയാണ് താരം. വീഡിയോ വൈറലായതോടെ എന്തായാലും നാട്ടിലും സോഷ്യൽ മീഡിയയിലൊക്കെ ഒരുപോലെ വൈറലാണ്, താരമായി മാറിയിരിക്കുകയാണ് സീന. കഴിഞ്ഞ ദിവസം നേര്യമംഗലത്ത് വെച്ച് വിനോദസഞ്ചാരികളുമായി ഇംഗ്ലീഷിൽ സംസാരിച്ച് വൈറലായ ആളെ കണ്ടെത്തിയിട്ടുണ്ട്. നേര്യമംഗലം സ്വദേശിനി തന്നെയാണ് സീന. ഹൗ യു ലേൺ ഇംഗ്ലീഷ്? When I was go to forest take wood, then I will meet some foreign countries people, other state people, so I can meet them to talk English. I can learn more English also. I studied in government school Nerimangalam. My birth in this village, this Nerimangalam. I studied in Sarkar school 10th level, then I passed the pre-degree level, then I passed also general nursing and midwifery. എന്നാ ഈ വീഡിയോ ഒക്കെ എടുത്തത്? ഇങ്ങനെ നാട്ടിലൊക്കെ വലിയ സംഭവമായി മാറിയോ? Yes, about 20 million people watch the Eco Traveler video. Then I also famous. Already I like to talk English. ഇംഗ്ലീഷ് സംസാരിക്കാനാണ് എനിക്ക് കുറച്ചുകൂടി ഇഷ്ടം, പക്ഷേ എല്ലാവർക്കും അറിയത്തില്ലല്ലോ, അതുകൊണ്ട് പിന്നെ മലയാളം. പുറത്തുനിന്ന് വന്നാലാണ് നമുക്ക് കുറച്ചുകൂടി നമ്മുടെ ഇംഗ്ലീഷ് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ. എല്ലാ ദിവസവും കാട്ടിൽ പോയി വിറക് ശേഖരിച്ചാണോ? പലതരം പണികളുണ്ട്. രാവിലെ 6 മണിയാകുമ്പോൾ തുടങ്ങും ദിനചരി. 2 പോത്തൂട്ടന്മാരുണ്ട്, അവർക്ക് വെള്ളമൊക്കെ കൊടുത്തിട്ട് രാവിലെ പുല്ല് മുറിക്കണം, വിറകിന് പോകണം, കൊക്കോ പണിയുണ്ട്, പിന്നെ ആക്രി വറക്കാൻ പോകും. പലതരം പണികളുണ്ട്. ടിൽ 7 PM. ജനറൽ നഴ്സിംഗ് ഒക്കെ പഠിച്ചിട്ട് ആ ജോലിക്ക് പോയായിരുന്നു? നഴ്സിംഗ് പഠിച്ചിട്ട് പോകാത്ത എന്തെന്ന് വെച്ചാൽ ഇവിടെയൊക്കെ പോയാൽ 10,000 രൂപ കൂടുതൽ ശമ്പളം കിട്ടില്ല. മൈ ഫാമിലി കൺസിസ്റ്റ് ഓഫ് ഫാദർ, മദർ, 2 daughters. There is lot of expense, so I just go any other job. 1 year above I spent in Saudi Arabia. Then I came just 2 months before I go Dubai. I like to leave this Kerala. When I die, this Kerala also. ഇവിടെ കഴിയാനാണ് ഇഷ്ടം. ഇവിടുത്തെ ഈ മണ്ണും ഈ കാലാവസ്ഥയും ഇത് വിട്ടു പോകാൻ എനിക്ക് പറ്റില്ല. നാട്ടുകാർ കൈയോടെ വിളിച്ച് പുരസ്കാരം വല്ലതും തന്നു? നാട്ടുകാർ കുറെ പേര് ഇന്ന് വിളിച്ചായിരുന്നു. കമ്മിങ് സൺഡേ ദേ വിൽ ഗീവ് സം മൊമെന്റോ ഫോർ മീ. ഇന്ന് പിന്നെ പെരുന്നാളായതുകൊണ്ട്, ലീവ് ആയതുകൊണ്ട് എൻ്റെ ഫ്രണ്ട്സ് എല്ലാം വിളിച്ചിട്ട് പറഞ്ഞു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുക, എല്ലാവർക്കും ഇഷ്ടമായി, അതുകൊണ്ട് യു ജസ്റ്റ് അറ്റൻഡ് ദി ഇൻ്റർവ്യൂ. വിദേശികളടക്കമുള്ള വിനോദസഞ്ചാരികളുമായി നിരന്തരം സംസാരിക്കുന്നു. അങ്ങനെ പഠിച്ച ഇംഗ്ലീഷാണ് സീനയുടെ കൈവശമുള്ളത്. എന്തായാലും വളരെ വ്യത്യസ്തയായിട്ടുള്ള ഒരു ആളാണ് സീന. നേര്യമംഗലത്ത് നിന്ന് വിനു കാഞ്ഞിരപ്പള്ളിക്കൊപ്പം ജെയിനസ് രാജു, മാതൃഭൂമി. ഇത് കേരളമാണ് 100% സാക്ഷരതയുള്ള സംസ്ഥാനം. നമ്മൾ പറയാറുണ്ട് മലയാളി പൊളിയല്ലേ എന്ന്, അതുപോലെ സീനയും പൊളിയാണ്. ജെയിനസ് രാജു ചേരുന്നുണ്ട് തത്സമയം. ജെയിൻ, ഇപ്പോൾ ഒരു ഇംഗ്ലീഷ് എന്ന് പറയുന്നത് പലർക്കും ബാലികേറ മലയാണ്. ഇപ്പം നന്നായി ഇംഗ്ലീഷിൽ എഴുതാൻ കഴിഞ്ഞാൽ പോലും സംസാരിക്കുമ്പോൾ കുറച്ച് പേടിയാണ്. ഞാൻ സംസാരിച്ചാൽ തെറ്റിപ്പോവോ, ഗ്രാമർ പ്രശ്നങ്ങൾ ഉണ്ടാവുമോ, അങ്ങനെയൊക്കെയുള്ള പല ടെൻഷനുകൾ. പക്ഷേ സീനയ്ക്ക് ആ പ്രശ്നമൊന്നുമില്ല. വളരെ ആത്മവിശ്വാസത്തോടെയാണ് സംസാരിക്കുന്നത്. അതിന് വലിയൊരു കയ്യടി കൊടുക്കണം. നമ്മൾ ഈ വീഡിയോയിൽ കാണുന്നതിനപ്പുറമാണ് സീന എന്ന വീട്ടമ്മ. നമുക്കറിയാം, നാട്ടിൻപുറത്തുള്ള ഒരു സ്ത്രീയാണ്. ജനറൽ നേഴ്സിംഗ് പൂർത്തിയാക്കി തിരുവനന്തപുരത്തൊക്കെ നേഴ്സിംഗ് ജോലിക്കായി പോയിരുന്നു. പക്ഷേ നേഴ്സിംഗ് ജോലിയിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തേക്കാൾ കൂടുതൽ തൻ്റെ നാട്ടിൽ കൂലിവേല എടുത്താൽ കിട്ടും എന്ന് തിരിച്ചറിയുകയായിരുന്നു സീന. അങ്ങനെയാണ് നാട്ടിൽ എല്ലാ തരം ജോലികളും ചെയ്യുന്നത്. ആക്രി പറക്കാൻ പോകും, വിറക് പറക്കാൻ പോകും. തൊട്ടടുത്ത് മലയാറ്റൂർ റിസർവാണ്. മലയാറ്റൂർ റിസർവിൽ നിന്ന് വിറക് ശേഖരിച്ച് സമീപത്തുള്ള വീടുകളിലൊക്കെ കൊണ്ടുപോയി കൊടുത്ത് അതിൽ നിന്നുള്ള വരുമാനം കൊണ്ട് കുടുംബം പുലർത്തുന്ന ഒരാളാണ്. ഏറ്റവും പ്രത്യേകത, ഈ സീനയുടെ പ്രത്യേകത എന്ന് പറയുന്നത് വളരെ സരസമായി എല്ലാവരോടും സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് എന്നുള്ളതാണ്. അത് ഇംഗ്ലീഷിൽ സംസാരിക്കാൻ സീന ആഗ്രഹിക്കുന്നു. നമുക്കറിയാം, ഇതൊരു ഗ്രാമീണ മേഖലയാണ് നേര്യമംഗലം എന്ന് പറയുന്നത്. അവിടെ നാട്ടിൻപുറത്തുകാരും ഇംഗ്ലീഷിൽ സംസാരിക്കുന്നില്ല. പകരം നേര്യമംഗലം എന്ന് പറയുന്നത് ഇടുക്കി ജില്ലയുടെ കവാടം കൂടിയാണ്. അപ്പം മൂന്നാറിലേക്ക് അടക്കം പോകുന്ന വിനോദസഞ്ചാരികൾ കടന്നു പോകുന്നത് പാത ഈ നേര്യമംഗലം വഴിയാണ്. അതോടൊപ്പം തന്നെ സമീപത്ത് ചീയപ്പാറ വെള്ളച്ചാട്ടമൊക്കെയുണ്ട്. അപ്പോൾ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും വിദേശത്തു നിന്നും ഒക്കെയുള്ള വിനോദസഞ്ചാരികൾ അവിടേക്ക് കാണുകയും ഈ വിറക് ശേഖരിക്കാൻ പോകുന്ന സമയത്ത് അവരെയൊക്കെ
പരിചയപ്പെടാനും അവരുമായി സംസാരിക്കാനും ഒക്കെ സീനയ്ക്ക് കഴിയുന്നുണ്ട്. അങ്ങനെയാണ് അവർ ഈ ഇംഗ്ലീഷ് സംസാരിക്കാൻ പരിശീലിക്കുകയും സംസാരിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നത്. സീനയ്ക്ക് ഇഷ്ടമാണ് ഇംഗ്ലീഷ് സംസാരിക്കുക എന്നുള്ളത്. ഒരുപക്ഷെ ഉന്നത വിദ്യാഭ്യാസം നേടിയ പലർക്കും ഇല്ലാത്ത ഒരു ആത്മവിശ്വാസം ഇംഗ്ലീഷ് സംസാരിക്കുന്നതിൽ. ആത്മവിശ്വാസം അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സീനയ്ക്ക് മനസ്സിൽ വലിയൊരു ഊർജ്ജവും ആത്മവിശ്വാസവും ഉണ്ട്. എന്നെ കൊണ്ട് പറ്റും എന്നുള്ളൊരു ധൈര്യമുണ്ട്. അതുകൊണ്ട് തന്നെ സംസാരിക്കുന്നത് കേൾക്കാൻ നല്ല രസമുണ്ട്. അപ്പോൾ ഇങ്ങനെ ഇംഗ്ലീഷ് സംസാരിക്കാൻ ഇഷ്ടപ്പെടുന്ന സീനയ്ക്ക് അതുപോലെ ഇംഗ്ലീഷ് സംസാരിച്ച് വലിയ സന്തോഷത്തോടെ ജീവിതത്തിൽ ഒരു ജോലി ഉണ്ടായിരുന്നു. പക്ഷേ ഇഷ്ടപ്പെട്ട ജോലിയിലേക്ക് കൂടുതൽ സമ്പാദിക്കാൻ കഴിയുമെന്ന് തോന്നിയ ജോലിയിലേക്ക് തിരിയുകയായിരുന്നു. അപ്പം അങ്ങനെ ജീവിതത്തിലും ഉറച്ച ഒരു നിശ്ചയദാർഢ്യത്തോടെ മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒരാൾ കൂടിയാണ് സീന. അപ്പോൾ എല്ലാ തരത്തിലുള്ള വിജയാശംസകളും സീനയ്ക്ക് നേരുകയാണ്.